പ്രകാശേ, ഓ ആ കായ്ക്കുഞ്ഞപ്പനുണ്ടല്ലോ നിങ്ങളുടെ അമ്മേനെ ഇത്ര നാളും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. അതൊക്കെ എനിക്ക് അറിയാടേ. പക്ഷെ കാലാകാലങ്ങളായിട്ട് അച്ഛനപ്പന്മാരും തൊട്ട് ഇവിടെ കൊലയോ എന്തെങ്കിലും ഉണ്ടായ ഉടനെ അയാൾ വരും, അയക്ക് കൊടുക്കും, അയാൾ മേടിച്ചോണ്ട് പോകും. നിങ്ങൾ ആദ്യം ഈ സ്വന്തം ബന്ധമൊക്കെ എടുത്ത് കാട്ടിക്കളാ. ഇതേ ബിസിനസ്സാണ്. അത് കറക്റ്റ്. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഇത് ഓണ സീസണാണ്. കായ്ക്ക് പച്ചക്കായ്ക്ക് നല്ല വില കിട്ടും. ഈ പറഞ്ഞ പോലെ നല്ല വില കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കായ്ക്കുഞ്ഞപ്പനെ പിണക്കി അയച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളെന്തിനാണ് ഈ ടെൻഷൻ അടിക്കണേ? കായ്ക്കുഞ്ഞപ്പൻ തരാന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ പൈസ ഈ വേണുകൂട്ടം മേടിച്ചു തരും. എങ്ങനെ ഒപ്പിക്കുന്നേ? ഇതാണ് നിങ്ങൾക്ക് ഈ വേണുക്കുട്ടനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഇഷ്ടപോലെ കണക്ഷൻ കിടക്കുമല്ലേ എനിക്ക് കായ് കച്ചവടക്കാരുമായിട്ട്. പിന്നെ അവര് നേരിട്ട് വന്ന് എടുത്തോളൂ. പിന്നെ അവര് നേരിട്ട് വന്ന് അടിക്കല്ലേ? ഇത് പറഞ്ഞാലും കൂടുതൽ വില തരുമല്ലോ അല്ലേ? എന്റെ പ്രകാശ്, നിങ്ങൾ സംശയിക്കല്ലേ, അതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ മേടിച്ചു തരും. അങ്ങനെ നമുക്കൊരു പണി ചെയ്യണം. നമുക്ക് ഈ കായ്ക്കുഞ്ഞപ്പം പറഞ്ഞ വിലയുണ്ടല്ലോ, അത് അമ്മയ്ക്ക് കൊടുക്കണം. ബാക്കി വരുന്ന പൈസ ഞാൻ എന്റെ പോക്കറ്റിലിടും. ഐഡിയ കൊള്ളാം. പക്ഷെ പോക്കറ്റ് ഇടുമ്പോ എന്റെ പോക്കറ്റിന്റെ കാര്യം കൂടെ ഒന്ന് ഓർക്കണം പ്രകാശ്. എന്താണ് ഇത്? എന്റെ പോക്കറ്റ് ഞാൻ നിന്റെ പോക്കറ്റ് പോലെ തന്നെയല്ലേ? ആണല്ലോ. അപ്പൊ എനിക്ക് ഇനി ഒരു ആവശ്യം വരുമ്പോ നിങ്ങളുടെ പോക്കറ്റിൽ കയറി എനിക്ക് തപ്പാലോ. നീ പോക്കറ്റിൽ കയറി തപ്പൊന്നും വേണ്ട. കച്ചവടം കഴിയുമ്പം ലാഭം എത്രയാണോ അത് വീതിച്ച് അങ്ങോട്ട് നിനക്ക് ഒരാളെ തരും. അതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത്. തന്നാ മതി. നിനക്ക് ഈടായിട്ടേ കാശിനോട് കുറച്ച് ആർത്തി കൂടുന്നുണ്ട് കേട്ടാ. ഓണ സീസണാണ്. എനിക്ക് ഈ സീസണിൽ ഇച്ചിരി ആക്രാന്തം കൂടും. നിനക്ക് കൂടും, സ്വാഭാവികമാണല്ലോ. എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അച്ഛനോട് ഉള്ള നന്ദി കേട്ടോ. അങ്ങനെ ആയ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുകൊണ്ടാണല്ലോ നമുക്ക് വല്ലതൊക്കെ ആവശ്യം വരുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വല്ലതൊക്കെ എടുത്ത് കൊടുത്ത് ഫിറ്റ് കാര്യം സാധിക്കും. മുറിച്ച് വെക്കാൻ വേണ്ടി അങ്ങ് ചെല്ല്. നിങ്ങളുടെ അമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? അമ്മ സമ്മതിക്കണ്ടാ. എനിക്ക് അത്യാവശ്യം വരുമ്പോണ്ടോ അമ്മ അറിയാതെ ഞാൻ ഈ സ്ഥലത്തിന്റെ ഓരോ കഷ്ണമായിട്ട് മുറിച്ചു വെക്കും. ആദ്യം ഈ കൊല മുറിച്ച് വെക്കാനുള്ള പരിപാടിയെ കുറിച്ച് ആലോചിക്കും. മുറിച്ച് വെക്കാൻ വാ നോക്കാം എത്ര കൊലയുണ്ട് കൊടുക്കാനുള്ളതെന്നൊക്കെ നോക്കണം. എടി സരിതേ, നിന്റെ മോള് വരുന്നില്ല ഈ പ്രാവശ്യം ഓണത്തിന്? അവള് വരുന്നില്ല ചേച്ചി പ്രാവശ്യം. എന്നാ അവളെ കൂട്ടുകാരികളുടെ കൂടെ ട്രിപ്പ് പോകാൻ പോകുന്നു. എവിടെ? കുളു മണാലിക്ക്. കുളു മണാലിയില്ല? നീ എന്റെ സമ്മതിച്ചോ? സമ്മതിക്കാണ്ട് പിന്നെ ഞാനെന്നെങ്കിലും ഒരിക്കലും സമ്മതിക്കത്തില്ല. നല്ലൊരു ഓണായിട്ട് നമ്മൾ വീട്ടിലല്ലേ ആഘോഷിക്കേണ്ടത്? അതല്ല അവര് പിള്ളേരല്ലേ, പോയി അടിച്ചു പൊളിച്ച് നടന്നിട്ട് വരട്ടേന്ന്. ഓ, അപ്പൊ അവള് ഓണത്തിന് കുളു മണാലിയിലായിരിക്കും അല്ലേ? അവള് നീ ചേച്ചി എന്തിനു വിഷമിക്കുന്നത്? ഞാനല്ലേ. അല്ല, ഞാൻ കരുതി പെണ്ണ് വരുമായിരിക്കും. ആ പെണ്ണോടെങ്കിലും പോട്ടെ. അമ്മ എനിക്കും പോണം. അയ്യടാ, കുളു മണാലി പോണ്ട ഒരാള്. കുളുമണാലിക്ക് ആര് പോണ്? പിന്നെ നീ എവിടെ പോന്ന? എനിക്ക് അത്തച്ചമയത്തൊന്ന് പോണം. നിന്റെ ചേട്ടനും ചേച്ചിമാരൊക്കെ പോയല്ലേ, അവരെ കൂടെ കൂടാറുന്നാ? അവരെന്നെ കൊണ്ടുപോയില്ല. എടാ പുണ്ണി, നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലേ നിന്നെ നോക്കാനേ നേരം കാണുന്ന അവര് പറയുന്നേ. അതൊന്നും എനിക്കറിയണം. എനിക്ക് പോണം പോണം പോണം. നല്ലൊരു ദിവസമായിട്ട് നീ എന്റെ അടി മേടിക്കണ്ടേ? വിഷമിക്കണ്ടാ, അപ്പച്ചി കൊണ്ടുപോകുന്ന ആളെ. അപ്പച്ചി, ഇന്നാണ് അത്തം. ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമായിരിക്കും അത്തച്ചമയം. നിനക്ക് ഇത്ര അറിവൊക്കെ ഉണ്ടായിരുന്ന? പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്ര അറിവ് വേണ്ടേ? എടാ, എല്ലാ വർഷവും അത്തച്ചമയം ഉണ്ടല്ലോ, നമുക്ക് അടുത്ത വർഷം പിടിക്കാം. പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. എന്തിടിച്ചക്കനത്? അതെ അച്ചമ്മ ഒന്നല്ല, നിന്റെ അച്ചമ്മ കൊണ്ടുപോകും അത്തച്ചമയത്തിന്. പറ. അച്ഛമ്മയുടെ കൂടെ പോണതിനെക്കാട്ടും ഭേദേ ഞാൻ ഫോണിലിരുന്ന് കാണുന്നതാ. എന്താണ് മക്കളെ അങ്ങനെ ഒരു വർത്താനോ? അച്ഛമ്മ പോയ എപ്പോഴും പറയും, മോനെ കണ്ണടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണടിച്ച് പ്രാർത്ഥിച്ച പിന്നെ ഞാൻ ഇങ്ങനെ അത്തച്ചമയം കാണും. അത് ശരിയാ. ഇതിനോടൊക്കെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയോ? എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കോ അവൻ? അപ്പൊ ആരും എന്നെ അത്തച്ചമയം കാണാൻ കൊണ്ടുപോകില്ല. ഞാൻ കൊണ്ടുപോകില്ല. നോക്കിക്കോ, നിങ്ങളൊക്കെ വയസ്സായിട്ട് വടിയും കൂട്ടി നടക്കേണ്ട ഒരു കാര്യം വരും. അപ്പൊ എന്നോട് ചോദിക്കട്ടോ, അപ്പനെ മോനെ സഹായിക്കുന്നു. അപ്പൊ ഞാൻ അടുത്തോളുണ്ട്. ആ ചെറുക്കൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അമ്മയുടെ അല്ലേ കൊച്ചുമോൻ, ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പ്രകാശന്റെ അല്ലേ മുതല്. അതെ, ചേട്ടനൊരു 1.5 മുതലാണല്ലോ. അമ്മേ, അത് പറഞ്ഞപ്പോ അമ്മയുടെ മോൻ ചെയ്ത കാര്യം അറിഞ്ഞോ? എന്തുവാടി? നമ്മുടെ വാഴക്കൊല എല്ലാ കൊല്ലും വാങ്ങാൻ വരുന്ന ഒരാളില്ലേ, നമ്മുടെ കുഞ്ഞപ്പൻ. ആ കുഞ്ഞപ്പൻ അയാൾക്ക് ഈ പ്രാവശ്യം കച്ചവടം കൊടുക്കുന്നില്ല. നീ ആരാണ് തീരുമാനിക്കുന്നത്? ഞാനല്ല, അമ്മയുടെ മോനാ തീരുമാനിച്ചത്. ഈ കുർത്തം കെട്ടവന്റെ ഒരു കാര്യം, നമ്മൾ ആ കുഞ്ഞപ്പനും ഈ വാഴക്കച്ചവടം ഒക്കെ ആയിട്ടുള്ള കാര്യം അവൻ അറിയാൻ മേലഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഈ ചേട്ടൻ എന്ത് ഭാവിച്ച ഓരോ ബന്ധമായിട്ട് അറുത്തു മുറിച്ചോണ്ടിരിക്കല്ലേ? ഇന്ന് ആ പ്രകാശന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടും, നോക്കിക്കോ. നമ്മ പെട്ടെന്ന് പോയി ചേട്ടന്റെ പല്ലടിച്ച് താഴെ ഇട്ടോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു ചേട്ടനോട്. എടി എവിടെയാ പ്രകാശൻ? എന്റെ പോക്കറ്റിലുണ്ടമ്മേ. ചേട്ടൻ അവിടെ വേണുകൂട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. ഇന്നിപ്പോ കാണിച്ചു കൊടുക്കാം ഞാൻ അവന്. ഈ ലോകത്തുള്ള സകലമാന മനുഷ്യരും പറഞ്ഞു നിന്നെ വിശ്വസിക്കരുത്, നിന്നോട് കൂട്ടുകൂടരുതെന്നൊക്കെ.
അതൊന്നും കേൾക്കാതെ ഞാൻ കൂട്ടുകൂടി. അതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്ശേ, എനിക്കതല്ല അറിയാൻ പാടില്ലാത്തത്. ഇന്നലെ വരെ വാഴക്കൊലയ്ക്ക് നല്ല ഡിമാൻഡ് നല്ല വിലയായിരുന്നു. ഇന്നെന്ത് പറ്റിയെന്നുള്ളതാണ്. എടാ നീ വേറെ ആരെങ്കിലൊക്കെ വിളിച്ചു നോക്കുന്നത്? ഓ, എന്റെ പ്രകാശി, ഞാൻ അറിയാവുന്ന എല്ലാവരെയും വിളിച്ചു. എല്ലാവരും കുഞ്ഞപ്പൻ പറഞ്ഞതിനേക്കാളും വില കുറച്ചാണ് പറയണത്. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? ഞാനെന്ത് ചെയ്യും? എടാ എന്തെങ്കിലും ഒരു പോകാൻ വഴി പറയണ്ടാവേ. എന്റെ സംശയം അതല്ല. മിണ്ടരുത്. നിന്റെ ഒടുക്കത്തെ സംശയം കാരണം ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. ഒന്ന് സംശയം പറഞ്ഞോട്ടെ. പറ. ഇനി ഈ കുഞ്ഞപ്പനെങ്ങാനും എല്ലാവരും വിളിച്ച് പറഞ്ഞു കാണോ കുഞ്ഞപ്പൻ പറഞ്ഞതിനേക്കാളും വില കുറച്ച് നമ്മുടെ വാഴക്കൊലയ്ക്ക് കൊടുത്താൽ മതിയെന്ന്? സംശയം പറഞ്ഞെന്നുള്ളൂ. അടുത്തൊരു പോകാൻ വഴി എന്താണെന്ന് വെച്ചാൽ പറയടാ വേണു. എടാ നീ കുഞ്ഞപ്പന് വാഴക്കൊല കൊടുക്കില്ല എന്ന് പറഞ്ഞോ? അറിയാതെ പറഞ്ഞു പോയതാമേ. അറിയാഞ്ഞിട്ടൊന്നുമല്ലമ്മേ, നമ്മുടെ ബന്ധങ്ങളൊക്കെ ചേട്ടൻ മനഃപൂർവ്വമായിട്ട് തകർത്തോണ്ടിരിക്കുക. അയ്യോ, എടാ കുഞ്ഞപ്പന് ഈ കുടുംബമായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലേ? എന്ത് ബന്ധം? വാഴക്കൊല ബന്ധമല്ലേ? അതൊന്നുമല്ല, അവരുടെ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് തുടങ്ങി വെച്ച കച്ചവടമായത്. അവരുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ടേ നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കുടുംബക്കാരെ അങ്ങനെയൊന്നും പറ്റിക്കാനൊന്നും പറ്റൂല. എന്നിട്ടാണ് അവൻ നിങ്ങളുടെ വാഴക്കൊലയ്ക്ക് മാത്രം വില കുറച്ച് തന്നത്. അവൻ അറിയാം അപ്പനപ്പൂപ്പന്മാരുടെ കഥ പറഞ്ഞാൽ നിങ്ങൾ അവിടെ വീഴുമെന്ന്. ഈ കൊല പുറത്തു കൊടുത്താലേ നല്ല വില കിട്ടും. ആണോടാ? പിന്നല്ലാതെ ഞാൻ എന്തിനാ പ്രകാശ് അമ്മോട് നുണ പറയണത്? ഒന്നും കാണാതല്ല എന്റെ മോൻ ഇതിനൊക്കെ എടുത്തി ആടിയത്, എനിക്ക് മനസ്സിലായി. അമ്മേ, അപ്പൊ നമ്മളെ കുഞ്ഞപ്പനും അപ്പനപ്പൂപ്പന്മാരും തമ്മിലുള്ള ബന്ധം ബന്ധം പൈസ കഴിഞ്ഞിട്ടുള്ള ബന്ധവും കുന്തവും ഒക്കെ ഉള്ളൂ.